കൊണ്ടോട്ടി നഗരസഭയിലെ അധ്യക്ഷ പദവിയെ ചൊല്ലിയുള്ള ലീഗ് കോൺഗ്രസ് തർക്കം മുറുകുകയാണ്. മുൻ ധാരണ പ്രകാരം അധ്യക്ഷ പദവി കോൺഗ്രസിന് കൈമാറുന്നതുമായി ബന്ധപ്പെട്ട ചർച്ച പരിഹാരമാവാത്തതോടെ നഗരസഭയിലെ കോൺഗ്രസ് പ്രതിനിധികൾ അവരുടെ പദവികൾ രാജിവെച്ചൊഴിഞ്ഞു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഏതാനും ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ മലപ്പുറത്തെ UDF സംവിധാനത്തിൽ ഏറെ പ്രതിസന്ധിയുണ്ടാക്കുന്നതാണ് കൊണ്ടോട്ടിയിലെ ലീഗ് കോൺഗ്രസ് തർക്കം. കോൺഗ്രസ് പ്രതിനിധികളായ വൈസ് ചെയർപേഴ്സൺ സനൂപ് പി, ആരോഗ്യകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ അബീന അൻവർ പുതിയറക്കൽ എന്നിവരാണ് നഗരസഭാ സെക്രട്ടറിക്ക് രാജിക്കത്ത് നൽകി സ്ഥാനമൊഴിഞ്ഞത്. ആദ്യത്തെ 3 വർഷം ലീഗിനും ശേഷിക്കുന്ന 2 വർഷം കോൺഗ്രസിനും അധ്യക്ഷ സ്ഥാനം എന്നതായിരുന്നു ധാരണയെന്ന് കോൺഗ്രസ് അവകാശപ്പെടുന്നു. ലീഗ് സംസ്ഥാന അധ്യക്ഷൻ സാദിഖ് അലി തങ്ങളുടെ വാക്കാലാണ് ഇങ്ങനെയൊരു ധാരണ ഉണ്ടാക്കിയതെന്നും കോൺഗ്രസ് ഉന്നയിക്കുന്നുണ്ട്. നിലവിൽ മുസ്ലിം ലീഗ് 3 വർഷം പൂർത്തിയാക്കിയതിനാൽ അധ്യക്ഷ പദവി കോൺഗ്രസിന് നൽകണമെന്നായിരുന്നു ആവശ്യം. എന്നാൽ ഇങ്ങനെയൊരു ധാരണയുള്ളതായി ലീഗ് അംഗീകരിക്കാത്തതും ചർച്ചകളിൽ പരിഹാരമാവാത്തതുമാണ് രാജിയിലെത്തിയത്. അടുത്ത തീരുമാനം എന്ന് പറഞ്ഞാൽ മുൻ ധാരണ ഉണ്ടായിരുന്നു. ഒരു 3 വർഷം മുസ്ലിം ലീഗിനും അതിന് ശേഷം 2 വർഷം ചെയർമാൻഷിപ്പ്. അതിൻ്റെ ഒരു ചർച്ചകളൊക്കെ നടന്നു. ജില്ലാ ലീഗ് ഓഫീസിൽ നിന്ന് അന്നത്തെ ജില്ലാ പ്രസിഡന്റ് സാദിഖ് അലി തങ്ങൾ, ജില്ലാ സെക്രട്ടറി ഇസ്മായിൽ മൂത്തോളം, പിന്നെ കൊണ്ടോട്ടിയിലെ കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ, മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാർ കൂടിയിട്ടൊരു തീരുമാനം എടുത്തു. 3 വർഷം ഇത് കഴിഞ്ഞതിന് 2 വർഷം കോൺഗ്രസിന് ചെയർമാൻഷിപ്പ്. അപ്പോൾ ആ ഡേറ്റായി, ആ സമയമായി 2-3 മാസം വൈകി. പലവട്ടം ഞങ്ങൾ സംസാരിച്ചു. അപ്പോൾ ഒരു ഫൈനൽ തീരുമാനം ആവുന്നില്ല. ഞങ്ങൾ ആദ്യം പാർട്ടിക്ക് രാജി കൊടുത്തു. അത് കഴിഞ്ഞ് ഒരു ഡേറ്റ് വെച്ചു. ഞങ്ങൾ മീറ്റിംഗ് കൂടി. പാർട്ടി തീരുമാനമാണ്, ഒറ്റക്കെട്ടാണ്. കോൺഗ്രസ്സുകാരിൽ യാതൊരു സംശയമില്ല. 40 അംഗ ഭരണസമിതിയിൽ മുസ്ലിം ലീഗിന് 23-ഉം കോൺഗ്രസിന് 8 അംഗങ്ങളാണുള്ളത്. ലീഗ് പ്രതിനിധിയായ ഫാത്തിമത്ത് സുഹ്റാബി അധ്യക്ഷ പദവി രാജിവെക്കില്ലെന്ന കടുത്ത നിലപാടിലുമാണ്.